ഈ ഉമ്മ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കാൻ ഒരാളുണ്ടാവുക എന്നാണ്. അത് ഉള്ള ആൾക്കാർക്ക് എങ്ങനെ അത് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. മാത്രമല്ല എല്ലാവർക്കും ഒരേപോലെ അളവിലല്ല അത് കിട്ടിയിട്ടുണ്ടാവുക. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ലോക മാതൃദിനം ഹൃദയത്തിലേറ്റി കിംസ് അൽഷിഫ ആശുപത്രി. അമ്മമാരുടെ ത്യാഗത്തിനും കരുതലിനും ആദരമർപ്പിച്ച് ലോക മാതൃദിനത്തോടനുബന്ധിച്ച് കിംസ് അൽഷിഫ മദർ ആൻഡ് ചൈൽഡ് വിഭാഗമായ മെഡോറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി. കിംസ് അൽഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ പി ഉണ്ണീൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാതൃത്വത്തിന്റെ മഹത്വവും അമ്മമാരുടെ നിസ്വാർത്ഥ സ്നേഹവും ലോകത്തിനു മുൻപിൽ വീണ്ടും ഓർമ്മിപ്പിച്ച ലോക മാതൃദിനത്തിൽ അമ്മമാരുടെ ആരോഗ്യവും മാനസിക ക്ഷേമവും കുടുംബത്തിലെ അവരുടെ അനിവാര്യ സ്ഥാനവും ഉയർത്തിക്കാട്ടിയാണ് കിംസ് അൽഷിഫ മദർ ആൻഡ് ചൈൽഡ് വിഭാഗമായ മെഡോറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചത്. സ്നേഹവും കരുതലും ബോധവൽക്കരണവും ഒരുമിച്ച ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള നൂറുകണക്കിന് അമ്മമാരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. പരിപാടിയുടെ ഉദ്ഘാടനം കിംസ് അൽഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ പി ഉണ്ണീൻ നിർവഹിച്ചു. അമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാലോ, ഒരു കുടുംബത്തിൻ്റെ അതൊരു കുട്ടിയുടെ അവൻ്റെ വളർച്ചയിൽ അവൻ്റെ എല്ലാം അമ്മമാരാണ്. അമ്മമാരാണ് സ്നേഹം നൽകുന്നത്, അമ്മമാരാണ് ഗുരുക്കൾ, അങ്ങമാരാണ് അവനെ നേർവഴിക്ക് നൽകുന്നത്. അതിൽ അമ്മമാർക്കുള്ള ആ പ്രത്യേക കഴിവ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഏത് രീതിയിൽ നമ്മുടെ കുട്ടികളെ മോൾഡ് ചെയ്യുന്നോ ആ രീതിയിലായിരിക്കും നമ്മുടെ കുട്ടികളും കുടുംബവും വളരുന്നത്. കുടുംബത്തിൽ തന്നെ സമാധാനവും എല്ലാം കിട്ടണമെങ്കിൽ ആ കുടുംബത്തിലെ സ്ത്രീകൾ നല്ല രീതിയിൽ കുട്ടികളോടും ഭർത്താക്കന്മാരോടും ആ കുടുംബത്തോടൊക്കെ പെരുമാറുമ്പോഴാണ് നമുക്ക് സന്തോഷപ്രദമായ ഒരു കുടുംബം ഉണ്ടാകുന്നത്, കുടുംബജീവിതം ഉണ്ടാകുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ കെ.സി. അധ്യക്ഷത വഹിച്ചു. അമ്മത്തണൽ എന്ന വിഷയത്തിൽ പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനുമായ PMA ഗഫൂർ നടത്തിയ മോട്ടിവേഷൻ ക്ലാസ് ചടങ്ങിന് പ്രത്യേക മാറ്റുകൂട്ടി. തുടർന്ന് ബോധവൽക്കരണ ക്ലാസുകൾ, സംവാദങ്ങൾ, വിവിധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി. മാതാക്കൾക്ക് കൂടുതൽ അവബോധവും ആത്മവിശ്വാസവും നൽകുക എന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യമെന്നും പങ്കെടുത്ത ഓരോ അമ്മമാരുടെയും ജീവിതത്തിൽ പരിപാടി ഒരു മനോഹരമായ ഓർമ്മയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും കിംസ് അൽഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ പി ഉണ്ണീൻ പറഞ്ഞു. മാതാക്കൾക്ക് ഒരു അവയർനെസ്, ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇതിൽ പങ്കെടുക്കുന്ന ഇവിടുത്തെ ഫുൾ ടൈം ഗൈനക്കോളജിസ്റ്റുകളായ 4 ഗൈനക്കോളജിസ്റ്റും അതേമാതിരി പീഡിയാട്രിക്സും അതിൻ്റെ പുറമെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സും അവർക്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും അവരുടെ ജീവിതത്തിൽ ഇതിൽ പങ്കെടുത്ത ഓരോ അമ്മമാർക്കും അവരുടെ ജീവിതത്തിൽ ഇത് ഓർമ്മിക്കപ്പെടുന്ന ഒരു സുദിനമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. മാതാക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഒരു കുടുംബത്തിൻ്റെ യശസ്സും അതിൻ്റെ ഊർജവും എല്ലാം നൽകുന്നത് മാതാക്കളാണ്. ആ മാതാക്കൾ ഒരു വീട്ടിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ആ കുടുംബം തീർച്ചയായും അവർ വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായിട്ടും എല്ലാം നല്ല നിലയിൽ എത്തിപ്പെടാൻ ആ കുടുംബത്തിന് കഴിയും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു പുരുഷൻ്റെ നട്ടെല്ലാണ്. ആ നട്ടെല്ലും അവർ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നല്ലൊരു കുടുംബത്തെ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ നല്ലൊരു കുടുംബങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സമൂഹം നന്നാവും. ആ സമൂഹം നന്നാവുമ്പോൾ നമ്മുടെ രാജ്യം നന്നാവും. അതാണ് നമുക്ക് പറയാനുള്ളത്. ഒരു കുടുംബത്തെ പടുത്തുയർത്തുന്നതിൽ അമ്മമാരുടെ പങ്ക് അതുല്യമാണെന്നും അവരുടെ ആരോഗ്യവും മാനസിക ക്ഷേമവും സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും PMA ഗഫൂർ അഭിപ്രായപ്പെട്ടു. മാതൃദിനത്തിൽ മാത്രമല്ല, ജീവിതത്തിലെ ഓരോ നിമിഷവും അമ്മമാരെ ആദരിക്കേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഉമ്മ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കാൻ ഒരാളുണ്ടാവുക എന്നാണ്. അത് ഉള്ള ആൾക്കാർക്ക് എങ്ങനെ അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. മാത്രമല്ല എല്ലാവർക്കും ഒരേപോലെ അളവിലല്ല അത് കിട്ടിയിട്ടുണ്ടാവുക. ചിലർക്ക് ഉമ്മ എന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ലാത്ത ഓർമ്മകളൊക്കെ ഉണ്ടാവും, അല്ലേ? സുഖകരമല്ലാത്ത ഓർമ്മകളിലൂടെ കടന്നു വന്ന മനുഷ്യരുണ്ടാവും. പക്ഷേ പൊതുവെ അമ്മ എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ എന്നാണ്, ശ്രദ്ധ, അല്ലേ?
ഇപ്പം എൻ്റെ ഉമ്മ ഈ സദസ്സിലിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക വെറുതെ. എൻ്റെ ഉമ്മ ഞാനിങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ എന്തായിരിക്കും ശ്രദ്ധിക്കുക? എൻ്റെ വാക്കുകളൊന്നും ആവില്ല അമ്മ ശ്രദ്ധിക്കുക. ഇവനെന്താ താടി ശരിക്കും വെട്ടാത്തത്, ഉപ്പായ ഇന്നലിട്ട തന്നെയാണല്ലോ, ഇവനെന്താ അലക്കാത്തത് അല്ലെങ്കിൽ തേക്കാത്തത്. ഉമ്മൻ്റെ ചിന്തകൾ മുഴുവൻ എന്തായിരിക്കും? അറ്റൻഷൻ ആയിരിക്കും. 800 കോടി മനുഷ്യരും നമ്മളെ നോക്കാത്തത് പോലെ ഒരാൾ നോക്കുന്നു. കാരണം അയാളുടെ ഉള്ളിൽ നമ്മൾ ആരാണ്? അയാളുടെ ഉള്ളിൽ നമ്മൾ 40 വയസ്സായ ആളല്ല, അയാളുടെ ഉള്ളിൽ നമ്മൾ 30 വയസ്സായ ആളല്ല. അയാളുടെ ഉള്ളിൽ നമ്മൾ ആ കുഞ്ഞാണ്. ഒട്ടിടക്കേതോ വരം കൊണ്ടിവൾ പണ്ടേ പോലെ കുട്ടിയായിരുന്നെങ്കിൽ എന്ന മലയാളത്തിലെ ഒരു കവിയുടെ വാക്കുണ്ട്. ഏതൊരമ്മയുടെ ആഗ്രഹം അത്. എന്താണ്? ഒട്ടിടക്കേതോ വരം കൊണ്ടിവൾ. സ്വന്തം കുട്ടിയെ കുറിച്ച് പറയണേ. എന്തെങ്കിലും ഒരു വരം കിട്ടിയിട്ട് പണ്ടേ പോലെ കുട്ടിയായിരുന്നെങ്കിൽ എൻ്റെ മോള്. ചടങ്ങിൽ വിവിധ പഞ്ചായത്തുകളിലെ വനിതാ അധ്യക്ഷന്മാർ, കുടുംബശ്രീ പ്രവർത്തകർ, മെമ്പർമാർ, വുമൻസ് വേവ് പ്രവർത്തകർ, ആശാ വർക്കർമാർ, കിംസ് അൽഷിഫയിൽ നിന്നും അമ്മമാരായവർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങി 300-ലധികം പേർ പങ്കാളികളായി. ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ നയൻതാര, പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ, ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ മേധാവി ഡോക്ടർ നിഷ, സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ വത്സ ബി ജോർജ്, ഡോക്ടർ ബുഷറ, കൺസൾട്ടന്റ് ഒബ്സ്റ്റട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആമിന നൌഷാദ്, പീഡിയാട്രിക് ഇന്റർസിവിസ്റ്റ് ഡോക്ടർ അശ്വിൻ അശോക്, നിയോനാറ്റോളജിസ്റ്റ് ഡോക്ടർ സഹീർ, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത് പ്രീതി തോമസ്, പീഡിയാട്രീഷ്യൻ ഡോക്ടർ നുവൈസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിംഗ് ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.